കുട്ടികളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കാന്ന് വെച്ചാൽ ഒരു വലിയ ടാസ്ക് അല്ലേ? ശരിയാ. അപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവർക്ക് നല്ല കാണുമ്പോൾ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കണം. അതെ അതെ. അപ്പോ നമുക്ക് കളർഫുൾ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ ഈ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ കുട്ടികൾക്ക്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്, കാരണം സ്കൂളിൽ പോകുമ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ചിടുക എന്നുള്ളത് വെച്ച് വലിയൊരു ടാസ്ക് തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫുഡ് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ എത്ര നിർബന്ധിച്ചാണെങ്കിലും ഫുഡ് കഴിപ്പിച്ചിട്ടേ രാവിലത്തെ ഫുഡ് എന്തായാലും കഴിപ്പിക്കണം കുട്ടികളെ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫുഡ് കളേഴ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു നല്ല ഇടിയപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം. ഇടിയപ്പത്തിന് വേറെ കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ശംഖുപുഷ്പം. അപ്പൊ ഇത് മൂന്ന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇടിയപ്പം തയ്യാറാക്കുന്നത്. ഇതിപ്പോ നമ്മൾ സാധാരണ ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കാനായിട്ട് വെള്ളം തിളപ്പിക്കില്ലേ, ആ വെള്ളം തിളപ്പിക്കുന്നതിനകത്ത് ഈ ക്യാരറ്റ് അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് തിളപ്പിച്ചെടുത്താൽ മതി, ഉപ്പിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ബീറ്റ്റൂട്ട് കൊണ്ട് ഒരു ചെറിയ റെഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ക്യാരറ്റ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും. ഇത് ശംഖുപുഷ്പത്തിന്റെ അതിന് നല്ല ബ്ലൂ കളറായിട്ട് തന്നെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് അല്ലേ? നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി നോക്കാം. ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ഇനി കാണാൻ? അതെ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു, നല്ല ഭംഗി. അപ്പോൾ മക്കൾക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങളെ കമന്റ് വഴി അറിയിക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഈ റെസിപ്പി ഞങ്ങൾക്ക് പറഞ്ഞത് ഞങ്ങളുടെ ഫ്രണ്ട് ദീപ്തിയാണ്. താങ്ക്സ് അല്ലേ? താങ്ക് യു ദീപ്തി. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഞങ്ങൾ വീണ്ടും വരും. ബൈ.